ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ദാ വൈകുന്നേരം മുതലൊരു വീഡിയോ ആണ് ഇട്ടത്. കുളിയൊക്കെ കഴിഞ്ഞതാ നമ്മൾ എക്സ്ട്രാ ഗ്ലോ എന്ന് പറഞ്ഞൊരു ക്രീമാണ് കേട്ടോ. വാസ്ലൈൻ്റെയാണ്, നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ. നല്ല മുഖത്ത് നല്ല ഗ്ലോ ആയിട്ട് നിർത്താനൊക്കെ പറ്റും. ഇപ്പോൾ ഈ ചൂടൊക്കെ ആയതുകൊണ്ടേ സ്കിന്നിന് ഭയങ്കര പ്രൊട്ടക്ഷനും നൽകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ തേച്ച് പോകുന്നത് എടുക്കാമെന്ന് ആക്കാറല്ലേ, എവിടേക്കുമല്ല നമ്മൾ അടുക്കളയ്ക്കാണ്. കുറേ ആൾക്കാർ പരാതിയാണ്, എനിക്കെന്താ അവിടെ പണിയാണ്, ഒരു പണിയില്ലല്ലോ, ഗൾഫിലല്ലേ, എന്താ ഗൾഫിൽ എന്താ പണിയൊന്നുമില്ലേ. എല്ലാവരും തെറ്റിദ്ധാരണയാണ് കേട്ടോ അത്. നമ്മളാരും ഈ ചോദ്യം ഇതാണ് കേട്ടോ സംഭവം, ആരും ആ ചോദ്യം കേൾക്കാത്തവരുണ്ടാവില്ല. പിന്നെ സ്പ്രേ ഒക്കെ അടിച്ചിട്ടോ കുളി കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ പതിവാണ്. ഇനിയിപ്പോൾ ഇത് നിങ്ങൾ കണ്ടും കണ്ട് എനിക്ക് പൊങ്ങച്ചാണ് അഹങ്കാരമാണെന്നൊന്നും പറയണ്ട. നമ്മൾ കുളി കഴിഞ്ഞാൽ ഈ വക കാര്യങ്ങളൊക്കെ ഒന്ന് മുഖത്തൊക്കെ പുരട്ടി അടുക്കളയ്ക്കാണെങ്കിൽ നമ്മൾ വൃത്തിക്ക് പോകുള്ളൂ കേട്ടോ. ഷാൾ ഇടല്ല കേട്ടോ, ഷാൾ വീഡിയോക്ക് വേണ്ടിയിട്ട് ഇടുകയാണേ. നീ ഒന്നും കൂടി ആ മൂന്നായത്തിന്റെ ഒന്നും കൂടി വന്നിട്ടോ. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലക് മിമ്മാ ഖലഖ് വമിൻ ശർരി. ഇനി രാത്രിക്കൊക്കെയുള്ള കാര്യങ്ങൾ നോക്കണം കേട്ടോ. ഫ്രിഡ്ജ് തുറന്നപ്പോൾ ചിക്കനും കാര്യങ്ങളൊക്കെ ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചതുണ്ട്. അപ്പോൾ നമ്മൾ ഇതേമാതിരിക്ക് എല്ലാം സ്റ്റോക്ക് ചെയ്ത് വെക്കൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ രാത്രിക്കൊക്കെ ചിക്കൻ എടുക്കാമെന്ന് വിചാരിച്ച് ചിക്കൻ കറി ആക്കുക, പൊറാട്ട ഇക്കാനോട് കൊണ്ടാനും പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതാ ഉച്ചക്ക് ചിക്കൻ പൊരിച്ചതിൻ്റെ ബാക്കി ഓയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെളിച്ചെണ്ണ ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതുപോലെ എടുത്തേക്കുന്നത്. വെളിച്ചെണ്ണ അല്ലാത്ത ഏതെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഒഴിവാക്കലാണ് കേട്ടോ പതിവ്. പിന്നെ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമ്മൾ അടുക്കളയ്ക്ക് കയറിയെന്ന് വിചാരിച്ചാൽ നമുക്ക് പണിക്ക് കുറവൊന്നും ഉണ്ടാവില്ല കേട്ടോ. എല്ലാവിധ പണികളും എന്തുണ്ടാവും, ഉണ്ടാവും. പിന്നെ ഉച്ചക്കത്തെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനായിട്ട് സിങ്കിലുണ്ടായിരുന്നുണ്ടോ. അപ്പോൾ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ടോ, ഡ്രസ്സുമ്മൊക്കെ തെറിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ അത് പാത്രങ്ങളൊക്കെ കഴുകാനായിട്ട് നിന്നു. പിന്നെ ഞാൻ വീഡിയോ കുറച്ച് സ്പീഡാക്കിയതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിങ്ങനെ കാണുന്നത്. അപ്പോൾ നമുക്കൊരു പണി ഇല്ലയെന്ന് പറയണമല്ലോ, കാണണം നമുക്ക് എന്തൊക്കെ പണികളുണ്ട് എന്നല്ല. നമ്മളെ പണി നമ്മൾ തന്നെ എടുക്കണ്ടേ, വേറെ ആരും നമുക്കിത് ചെയ്തു തരാനോ ഇതാക്കാനോ ഒന്നും വരില്ലല്ലോ. അപ്പോൾ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷമാണ് ഗ്യാസടുപ്പ് നോക്കിയ കഞ്ഞിവെള്ളം പോയതാണ് കേട്ടോ. അത് ഉച്ചക്കത്തെ ചോറിന്, കാരണം എണീക്കാൻ നേരം വൈകി. അപ്പോൾ ഇക്ക വരുന്ന സമയം കൊണ്ട് വേഗം ചോറും ബീഫ് വരട്ടിയതും ചിക്കൻ പൊരിച്ചതും ആക്കിയതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഗ്യാസടുപ്പൊന്നും കഴുകാനൊന്നും ടൈം കിട്ടിയിട്ടുണ്ടായില്ല. ഞാൻ കഴുകി വെച്ച ഗ്യാസടുപ്പാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മീതേക്ക് കഞ്ഞിവെള്ളം പോയതുകൊണ്ടാണ് അതങ്ങനെ ആയിട്ടുള്ളത്. പിന്നെ നല്ല ഡീപ്പായിട്ട് കഴുകുകയൊന്നുമില്ല കേട്ടോ. കുറച്ച് പണികളൊക്കെ ഉണ്ട്, പിന്നെ അതിന്മേൽ പിടിക്കുക തന്നെ ആയിരിക്കും. പിന്നെ അതിൻ്റെ പുറം ഭാഗവും ഉൾഭാഗമൊക്കെ ഒന്ന് എന്ത് ചെയ്ത് ക്ലീൻ ചെയ്തിട്ട് കേട്ടോ. ഇനി നമുക്ക് വെള്ളം പിടിച്ചേക്കുന്ന ഒരു പാത്രമുണ്ട്, അതായത് നമ്മൾ ജഗ്ഗ്, അതൊന്ന് കഴുകി അതിലേക്ക് വെള്ളം പിടിച്ചേക്കുകയാണ് കേട്ടോ. അത് ഞാൻ രാവിലെയും വൈകുന്നേരം ഞാൻ എന്ത് ചെയ്യലുണ്ട്, ഇങ്ങനെ വെള്ളം പിടിച്ചിങ്ങാണ്ട് വെക്കലുണ്ട് കേട്ടോ. ഫിൽറ്ററാണത്. അപ്പോൾ അതവിടെ കൊണ്ടുപോയി വെച്ചു. ഇനി ഉള്ള പരിപാടി എന്ന് പറഞ്ഞാൽ അവിടെ ഒന്ന് തുടച്ചിട്ട് വേണം ബാക്കിയുള്ള പണികൾക്കൊക്കെ ആയിട്ട് പോകാനൊക്കെ ആയിട്ട് കേട്ടോ. അപ്പോൾ മല്ലിയും മുളകൊക്കെ എടുത്തത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് പാത്രത്തിലാക്കി വെക്കാനും കാര്യത്തിനും എണ്ണ സാധനം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഫില്ലാക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മുളക് പൊടി കഴിഞ്ഞിട്ടുണ്ട്. നാട്ടിൽ നിന്ന് കൊഞ്ചലാണ് കേട്ടോ മുളകും മല്ലിയൊക്കെ. ഞാനിതാ വെളിച്ചെണ്ണയും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അമ്മ പെട്ടെന്ന് അടുത്ത കുപ്പി കൊടുത്തേക്കൊണ്ട് എന്തായാലും ഈ വീഡിയോ കാണും. അപ്പം അമ്മാനോടും കൂടി റിക്വസ്റ്റാണ് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഇനി ഒരു കുപ്പിയും കൂടിയേറ്റേ, ഒന്നോ രണ്ടോ കുപ്പിയേറ്റേ ഉള്ളൂ, അല്ലാത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണം കേട്ടോ. ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കൊടുത്തയക്കണം. പിന്നെ ഞാനിവിടെ സൺഫ്ലവർ ഓയിലും വാങ്ങി വെക്കലുണ്ട് കേട്ടോ. നമുക്ക് സൺഫ്ലവർ ഓയിൽ പിന്നെ നമുക്കിവിടെ നിർബന്ധമാണല്ലോ. പിന്നെ ജീരകം, ചെറിയ ജീരകം, വലിയ ജീരകമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ അളക്കിലാക്കി വെക്കാണ്ടായിരുന്നു. പിന്നെ കുരുമുളക്, അതും ഞാൻ നാട്ടിൽ നിന്ന് തന്നെ കേട്ടോ കൊഞ്ചില്ല. പിന്നെ വീഡിയോ കുറച്ച് സ്പീഡ് കൂട്ടിങ്ങാണ്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ, കാര്യങ്ങൾ നടക്കണ്ടേ. അപ്പോൾ ഇനി വലിയ ലെങ്ത്താവും വീഡിയോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാട്ടോ ഞാനിങ്ങനെ കുറച്ചത്. പിന്നെ ഇതിനെ പറ്റി കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് കൽപ്പാസ് കേട്ടോ. കൽപ്പാസ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഷവായ എൻ്റെ വീഡിയോ ഇട്ടപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടത്. നല്ല മണവും നല്ല കാര്യങ്ങളുമാണ് കേട്ടോ. പക്ഷെ അത് അല്ലാതൊരു മണമൊന്നുമില്ല, പക്ഷെ ഫുഡിൽ ചേരുമ്പോഴാണ് കേട്ടോ മണം വരുന്നത്. പിന്നെ അത് മദർ ഞാൻ രാവിലെ അപ്പം അത് ഒരു സ്പൂണ് കഴിക്കലുണ്ട് കേട്ടോ ചുടുവെള്ളത്തിൽ. അതിനെ പറ്റിയിട്ടും അറിയുന്നുണ്ടാവും കുറേ ആൾക്കാർക്ക്. പിന്നെ ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ച് ഞാൻ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്ന പണികളൊക്കെ വൃത്തിയായാൽ എനിക്ക് ബാക്കിയുള്ള പണികൾ നടക്കുള്ളൂ കേട്ടോ. മക്കൾക്ക് മദ്രസ ട്യൂഷൻ കഴിഞ്ഞിരിക്കുന്ന സ്കൂളത്തെ ട്യൂഷൻ തുടങ്ങും കേട്ടോ. സ്കൂളത്തെ ട്യൂഷനും കൂടി കഴിഞ്ഞിട്ടുള്ളൂ
ഇന്നത്തെ ദിവസം കഴിയുള്ളൂ. കാരണം മദ്രസ് കഴിഞ്ഞേക്കിന് സ്കൂൾ ട്യൂഷൻ 2 മണിക്കൂറും മദ്രസിൻ്റെ ട്യൂഷൻ 1 മണിക്കൂറാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ രാത്രി ഞാൻ പഠിപ്പിക്കാനും കാര്യത്തിനൊന്നും നിൽക്കലൊന്നുമില്ല. ഞാൻ ടീച്ചറെ കൊണ്ട് തന്നെ ടീച്ചർ അന്നന്ന് എടുക്കണത് അന്നന്ന് പഠിപ്പിക്കണോണ്ട് സുഖമാണ്. സ്കൂളിൽ എന്താണോ എടുത്തത് അത് പഠിപ്പിച്ചു കൊടുക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്കും എല്ലാം ശ്രദ്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിവിടെ ഇങ്ങനെ കിച്ചണിൽ ഉണ്ടായാൽ മതി. അപ്പോൾ തന്നെ ഓല് ഇരുന്നുങ്ങാണ്ട് എന്ത് ചെയ്തോളും പഠിച്ചോളൂ കേട്ടോ. ഞാൻ അവിടെ ഇവിടെ ഇല്ലെങ്കിലാണ് ബുദ്ധിമുട്ട്. പിന്നെ ഇവളെന്താ ചങ്കുവേദനയാണെന്നൊക്കെ പറഞ്ഞിട്ട് ക്ലാസ് ചായ ഉണ്ടാക്കാനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ സാധാരണ അടുക്കളയ്ക്ക് കയറാത്തൊരു വ്യക്തിയാണിത്. ഞാൻ വിളിച്ചാൽ കയറും, എല്ലാ പണിയെടുത്ത് തരും, ക്ലീൻ ചെയ്ത് തരും, ഇതാക്കി തരും. പക്ഷേ കണ്ടറിഞ്ഞങ്ങാണ്ട് അങ്ങനെ അടുക്കളയിൽ കയറിങ്ങാണ്ട് ഒരു പണിയെടുക്കുന്ന ഒരു സ്വഭാവം ഇല്ല കേട്ടോ. വിളിച്ചാൽ എല്ലാ പണിയെടുത്ത് തരും, ചെയ്യട്ടെ. പക്ഷേ മറ്റോല് അങ്ങനെയല്ല കേട്ടോ. ഓൽക്ക് വേണ്ടത് പോലെ തന്നെ ഉണ്ടാക്കും കഴിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ പഞ്ചസാര വേണോ ചായ വേണോ എന്നൊക്കെ എന്നോട് ചോദിക്കണം. ഞാൻ പറഞ്ഞു എനിക്കൊന്നും വേണ്ട, ഈ എന്താ ഉണ്ടാക്കി കുടിച്ചിങ്ങാണ്ട് പൊയ്ക്കോ എന്ന് പറയുകയാണ് കേട്ടോ. പിന്നെ നമുക്ക് രാത്രിക്കൊക്കെയുള്ള പണികൾ നോക്കാം. അപ്പം ഇന്ന് ഞാൻ ചിക്കൻ്റെ കുറുമ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചിക്കൻ്റെ കുറുമയും പൊറാട്ടയും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇക്കൻ്റെ അവിടുത്തെ പൊറാട്ട ഭയങ്കര രസമാണ്, കമ്പിൻ്റെ തൊട്ടടുത്തില്ല. അപ്പോൾ അത് കൊണ്ടുവരാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അധിക ദിവസങ്ങളിൽ ഞാൻ ഇതേമാതിരിക്ക് കറി ഉണ്ടാക്കും, പിന്നെ പൊറോട്ട കൊണ്ടുവരാനും പറയും കേട്ടോ. ഇനി ഉള്ളി സാധനങ്ങളൊക്കെ നമുക്ക് എടുക്കാം കേട്ടോ. വേണ്ട ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാനിതാ ഈ മുറത്തേക്ക് എന്ത് ചെയ്യും കൊണ്ടും. ഇതും ഇതുപോലെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതൊരു മുറമാണ് കേട്ടോ. നമ്മളെ പെരിന്തൽമണ്ണയിൽ എന്തെടുത്താലും അങ്ങനെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നല്ലോ, എന്തെടുത്താലും 200 300 അങ്ങനെ എന്തോ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ നിന്ന് ഒരു ദിവസം ഇതുപോലെ നാട്ടിൽ പോയപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ. നല്ല ഉപകാരമാണിത്. നമുക്ക് ആവശ്യമുള്ളതൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ. എപ്പോഴും ഓളെ ചായ ഉണ്ടാക്കൽ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ അങ്ങോട്ട് നോക്കണില്ല, കാരണം ഓളത് ഉണ്ടാക്കിക്കോട്ടെ കേട്ടോ കരുതിയിട്ട് തന്നെയാണ് അങ്ങോട്ട് നോക്കാത്തത്. പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് ആവശ്യമില്ല മുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അങ്ങനത്തെ ഒക്കെ ഉണ്ടാവുമല്ലോ, ഒക്കെ ഫ്രിഡ്ജിലേക്കാണ് ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ടെന്ന് പുറത്തേക്ക് വെക്കുന്നുണ്ട്. ഇനി നമുക്കിത് എന്ത് ചെയ്യാം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം കേട്ടോ. ഇത് 2 രീതിക്കാണ് ഉണ്ടാക്കൽ. പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ഈസി മെത്തേഡാണ് കേട്ടോ. അത് നമ്മളെ കാറ്ററിംഗുകാർ പറഞ്ഞു തന്നതാണ് കേട്ടോ. ഞാനിതുപോലെ എന്തൊരു ഫുഡിനെ കുറിച്ചും എനിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാനതെങ്ങനെ ഉണ്ടാക്കിക്കണം, അതിൻ്റെ റെസിപ്പി എന്താണെന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കും കേട്ടോ. ഇനിയിപ്പോൾ എവിടെയാണെങ്കിലും നാട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും ഞാൻ ഇനിയിപ്പോൾ ഇവിടെ എനിക്ക് അറിയുന്ന ഭാഷയിൽ ഞാൻ ചോദിച്ചെങ്ങാണ്ട് മനസ്സിലാക്കും ഇതെങ്ങനെ ഉണ്ടാക്കിയത് എന്നുള്ളത്. അപ്പോൾ ഓല് പറഞ്ഞ റെസിപ്പി കേട്ടോ. പക്ഷെ അത് ഈസിയാണ്. അപ്പോഴത്തേക്കിനും മോള് പറഞ്ഞു ചായ ചൂടാണ്, ഞാൻ ഉള്ളി ഇതൊക്കെ ഞാൻ എന്ത് ചെയ്തോളാം തൊലിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഓള് തൊലിക്കാനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ ഉള്ളിയൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെക്കുകയാണ്. കാരണം ഓളുണ്ടെങ്കിൽ സുഖമാണ്, അതേമാതിരിക്ക് എന്തെങ്കിലുമൊക്കെ സഹായത്തിന് കയറി തരും കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഒരു പൊട്ടത്തരം ചെയ്യുകയും ചെയ്യും, പക്ഷെ എന്നാലും കുഴപ്പമില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഒഴിഞ്ഞ് മാറി നിൽക്കലാണ് കേട്ടോ. പിന്നെ കുറേ ആൾക്കാർ ഹോം ടൂർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇൻഷാ അല്ലാ ഹോം ടൂർ ഞാൻ എന്ത് ചെയ്യണ്ട് കേട്ടോ. കുറേ ആൾക്കാർ കിച്ചൺ ടൂർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കിച്ചൺ ടൂർ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, അതും ചെയ്യുന്നുണ്ട് ഇൻഷാ അല്ലാ, എല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടൽ തുടങ്ങിയോ എന്നുള്ളതും കുറേ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻഷാ അല്ലാ അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ ഞാനൊരു വീഡിയോ ആക്കിയിട്ട് തന്നെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ പറഞ്ഞല്ലോ 2 രീതിക്കാണ് ഉണ്ടാക്കൽ എന്നുള്ളത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കിയാൽ ആദ്യം നമുക്കൊരു ചീനച്ചട്ടി അടുപ്പിൽ വെക്കാം കേട്ടോ. എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ, അല്ലെങ്കിൽ നെയ്യ്, വെളിച്ചെണ്ണ ഇതിലേതെങ്കിലും ഒന്ന് കേട്ടോ. വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ച് കൊടുക്കാൻ എപ്പോഴും നല്ലത്. നമ്മൾ എത്രയാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചുള്ള സവാള ചേർത്ത് കൊടുക്കുക. സവാള, പച്ചമുളക്, പിന്നെ ചെറിയുള്ളി, പിന്നെ അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ പട്ട, ഗ്രാമ്പൂ, ഏലക്കായ് ഇതെല്ലാം പാടെ വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ മഷി പോലെ അരച്ചെടുക്കുകയാണ് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളിയൊന്നും ഇതിലേക്കല്ല ചേർത്ത് കൊടുക്കേണ്ടത്, അത് മറ്റേ മസാലയ്ക്കാട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിനില്ല അണ്ടിപ്പരിപ്പ് എടുത്താൽ മതി, അല്ലെങ്കിൽ കസ്കസ് പറഞ്ഞ സാധനം മേടിക്കാൻ കിട്ടും, അത് അറിയുന്നുണ്ടാവും, അത് ചേർത്താലും മതി. പക്ഷേ ഞാനിവിടെ അണ്ടിപ്പരിപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അണ്ടിപ്പരിപ്പ് എടുക്കുമ്പോഴാണ് ഒന്നുകൂടെ ടേസ്റ്റ് ഉള്ളത്. പക്ഷേ അവർ ഹോട്ടലിൽ കസ്കസാണ് കേട്ടോ എടുക്കൽ. ഇപ്പം അണ്ടിപ്പരിപ്പിൻ്റെ അതേ ടേസ്റ്റാണ് ഈ കസ്കസിനും വരുന്നത്. അപ്പോൾ ഇതെല്ലാം പാടെ കൂടിങ്ങാണ്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, മഷി പോരണ്ട് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മസാലക്കൂട്ട് എന്ന് പറയുന്നത്. ഇനി ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് ഇട്ട് കൊടുക്കുക. പക്ഷേ ഞാൻ ഇതിലേക്ക് കുരുമുളക് ചേർത്ത് കൊടുക്കുന്നില്ല, പച്ചമുളക് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടാണ് അരച്ചെടുക്കുന്നത്.
പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഓരോ റെസിപ്പിയിലും പല പല വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളല്ലേ. പിന്നെ അത് ഓരോന്നും ഉണ്ടാക്കുന്നതും ഓരോ രീതിക്കാണ് കേട്ടോ. അങ്ങനെ ഉണ്ടാക്കുമ്പോഴേ ഉള്ളൂ നമ്മൾ ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ നമുക്കെല്ലാം ഒരുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാം നമുക്ക് ഒരുപോലെ ആയിട്ടല്ലേ തോന്നുള്ളൂ. അപ്പോൾ അത് വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ. പലരും കുറുമ പല രൂപത്തിൽ ഉണ്ടാക്കണവരുണ്ട്. അപ്പോൾ ഇനി ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൊണ്ട് ഇതുപോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്കൊണ്ട് നല്ല ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പെട്ടെന്ന് കഴിയുകയും ചെയ്യും. എൻ്റെ മോള് ചെറിയുള്ളി ഇട്ടത് കണ്ടോ അതിൻ്റെ ഇടയിൽ കൂടി. അപ്പോൾ അതാ ചെറിയുള്ളി ഒരു പിടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എളുപ്പപ്പണിക്കാണ് പറഞ്ഞത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകാണ് അവൾ എന്ത് ചെയ്തിരുന്നത് ക്രഷറിലിട്ട് കണ്ട് നന്നായിട്ട് വലിച്ചെടുക്കണം കേട്ടോ. അത് ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ കെട്ട് കുടുങ്ങിയാൽ പെട്ടെന്ന് കിട്ടൂല കേട്ടോ. പക്ഷെ എന്നാലും അവൾ മാക്സിമം നോക്കി വെക്കുന്നുണ്ട്. ശരിയായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മളെ മസാല അവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാനേ ഉള്ളൂ. അപ്പോഴത്തേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഒന്ന് വഴറ്റി അതിലേക്ക് സവാളയും ചേർത്ത് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. തക്കാളിൻ്റെ ഒരു പൊട്ട് ചേർത്ത് കൊടുത്താൽ മതി. കാരണം ചെറിയൊരു പീസ് തക്കാളി ചേർത്ത് കൊടുക്കില്ല. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ചെറിയൊരു തക്കാളി ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസാക്കിങ്ങാണ്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. മസാലകളൊന്നും ചേർത്ത് കൊടുക്കരുത് കേട്ടോ. കഴുകി വൃത്തിയാക്കിയ ചിക്കൻ നമുക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ മല്ലിപ്പൊടിയും വേറെ മസാലകളൊന്നും ചേർത്ത് കൊടുക്കില്ല. അപ്പോൾ അതാ ഫസ്റ്റ് കുരുമുളക് പൊടി ആയിട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ആ എരിവിനനുസരിച്ചുള്ള കുരുമുളക് പൊടി നമുക്ക് ചേർത്തെടുക്കാം കേട്ടോ. അപ്പോൾ ചിക്കന് നല്ല വില കുറവാണല്ലോ നാട്ടിൽ. അപ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കൊണ്ടു. പിന്നെ അല്പം വലിയ ജീരകത്തിൻ്റെ പൊടി കേട്ടോ, ഒരു സ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് ഞാൻ ഇവിടെ ക്രഷ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. അത് ചേർത്ത് കൊടുക്കുക. പിന്നെ അതാ മല്ലിപ്പൊടി കേട്ടോ. അപ്പോൾ അതാ ഒരു സ്പൂണോളം മല്ലിപ്പൊടി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒന്നുമില്ല, നന്നായിട്ടൊന്ന് മിക്സാക്കുക. ഉപ്പിടാൻ മറക്കരുത്. നന്നായിട്ടൊന്ന് മിക്സാക്കുക. എന്നിട്ട് മൂടി വെക്കുക കേട്ടോ. അപ്പോൾ അതിൽ നിന്നൊരു വെള്ളം ഇറങ്ങി ഇങ്ങനെ വരും. ആ സമയത്ത് വേണം നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാൻ കേട്ടോ. തേങ്ങാപ്പാൽ ഒന്നാം പാലാണ് ചേർത്ത് കൊടുക്കണം. പിന്നെ വേറെ തേങ്ങാപ്പാലോ കാര്യങ്ങളോ ഒന്നും ചേർത്ത് കൊടുക്കണ്ട. പിന്നെ നമ്മൾ അണ്ടിപ്പരിപ്പ് അരച്ച് ചേർക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് പിന്നെ വേറെ ഒന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ അത് മൂടി വെച്ചുകൊണ്ട് നമുക്കൊന്നത് വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്കിന് ഞാൻ ഒരു കോഫി ഉണ്ടാക്കിയെടുക്കാമെന്ന് കേട്ടോ. ഐസ് കോഫിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ല ഇഷ്ടമാണ് കേട്ടോ, പഞ്ചസാരയും ഐസും ഇട്ടുകൊണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ 2 മോഡുണ്ട്, വലിയൊരു മോഡും ചെറിയൊരു മോഡും ഉണ്ട് കേട്ടോ. പക്ഷേ ഇത് മുട്ടൊക്കെ ബീറ്റ് ചെയ്യാനാണ്. പിന്നെ അതിൻ്റെ ചെറിയ മോഡിലാണ് കേട്ടോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം കേട്ടോ. പഞ്ചസാരയും പിന്നെ കോഫി പൗഡറാണ് കേട്ടോ ബീറ്റ് ചെയ്തത്. തുള്ളി ചുടുവെള്ളത്തിലാണ് കേട്ടോ ബീറ്റ് ചെയ്തത്. എന്നിട്ട് ആവശ്യത്തിനുള്ള പാല് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കി വന്നപ്പോൾ മക്കൾക്കും വേണമെന്ന് പറഞ്ഞു കേട്ടോ. എന്നാൽ അവർക്കും കൂടി ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നല്ല ക്രീമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 ലെയറായിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കുക. ഫസ്റ്റ് ലെയർ ഇങ്ങനെ അടിയിൽ പാലും മുകളിൽ ക്രീമും ആക്കുക. പിന്നെ രണ്ടാമത്തേത് ഇതേപോലെ ക്രീം അടിയിലും പാല് മുകളിലുമായിട്ടും അങ്ങനെ ചെയ്തെടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. ഈ ചൂടത്തൊക്കെ ഇങ്ങനെ ഒരു ഗ്ലാസ് ചെന്ന് കഴിഞ്ഞാൽ റാഹത്താണ്. പഞ്ചസാരൻ്റെ അളവ് കുറക്കട്ടെ. ഇനി പഞ്ചസാരക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടൻസ്ഡ് മിൽക്കോ സ്റ്റീവിയോ ഒക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഇത് മക്കൾക്കുള്ളതാണ് കേട്ടോ. ഞാൻ സ്റ്റീവിയൊക്കെ ഇട്ടുകൊണ്ട് ഉണ്ടാക്കിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി ഞാൻ എടുത്തൊക്കെ കേട്ടോ. അപ്പോൾ മദ്രസൊക്കെ കഴിഞ്ഞിട്ട് മദ്രസല്ല സ്കൂൾ ട്യൂഷൻ കഴിഞ്ഞിട്ട് അവരെന്ത് ചെയ്തോളും, കുടിച്ചോളും. പിന്നെ അപ്പോഴത്തേക്ക് നമ്മൾ ചിക്കൻ കറി ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടല്ലോ, നല്ലതായിട്ട് എണ്ണ തെളിഞ്ഞ് അതിൻ്റെ വെള്ളമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് തന്നെ തിളപ്പിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല കേട്ടോ. കാരണം ചിക്കൻ നന്നായിട്ട് വെന്തതാണ്. അപ്പോഴത്തേക്ക് നമ്മൾ മസാല ഒക്കെ ഒന്ന് അരച്ചെടുക്കും വേണം. മിക്സിയുടെ ചെറിയ ജാറിലേക്കാട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് നല്ലതായിട്ട് ഫൈനായിട്ട് അരയണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ മിക്സിയുടെ ജാറിൽ ഏതിലാണ് നന്നായിട്ട് ഫൈനായിട്ട് അരയുക അതിൽ തന്നെ ഇട്ടുകൊണ്ട് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അത് ഫുള്ള് ഞാൻ അതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യണം. അടിപൊളി ടേസ്റ്റാണേ. ഇനി തേങ്ങാപ്പാൽ ചേർത്തുകൊണ്ട് മിക്സാക്കിയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചതും ചേർത്ത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. അതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് 1 സ്പൂൺ നെയ്യും കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാൽ ഞാൻ അത്യാവശ്യം ഒരു ഗ്ലാസ്സോളം എടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഗ്രേവി ആവശ്യമുണ്ട്. പൊറാട്ടയ്ക്കാകുമ്പോൾ നല്ല ഗ്രേവിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചധികം തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ. 1 പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ എരിവാണെന്നുണ്ടെങ്കിൽ കുരുമുളകിൻ്റെ അളവ് കൂട്ടി കൊടുക്കുക കേട്ടോ. നമ്മൾ അരച്ച് വെച്ചതും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്ത് തീ ഓഫാക്കിയിട്ട് കേട്ടോ. ഒരുപാട് തിളച്ച് കുറുകിയാണ് വരണ്ട, ഒന്നൊന്ന് തിളച്ച് കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ നന്നായിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക.
അത് കഴിഞ്ഞിട്ട് മോള് അലക്കാനൊക്കെ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഓള് കുളിക്കുമ്പോൾ ഇടുന്ന ഡ്രസ്സാണ് അലക്കാനായിട്ട് ഇട്ടത്. യൂണിഫോമൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുന്നക്കാനൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. യൂണിഫോം പിന്നെ ഓലെന്നെ ഇട്ട് അലക്കൽ, ഞാനല്ല ഇട്ട് അലക്കൽ. ഞാൻ ഓലെ ഡ്രസ്സൊന്നും ഇപ്പോൾ അലക്കി കൊടുക്കലില്ല. കാരണം ഓൽക്ക് അതും കൂടി ഒരു ലാഭം എന്ന് കരുതിയിട്ട് ഞാൻ ചെയ്ത് കൊടുക്കലില്ല കേട്ടോ. വേണമെങ്കിൽ അലക്കിക്കോട്ടെ എന്ന് വിചാരിച്ചും ഞാൻ ഇക്കാൻ്റെതും ഇൻ്റെതും മാത്രമേ അലക്കലുള്ളൂ കേട്ടോ. അപ്പോൾ ഓലെ ഡ്രസ്സ് അലക്കലും താക്കലൊക്കെ ഓലെന്നെ. ഇത്ര വലിയ പണിയൊന്നുമില്ലല്ലോ. മെഷീനിൽ ഇട്ട് കൊടുക്കുക, പിന്നെ ഇപ്പം എന്താ സർഫ് ഇട്ട് കൊടുക്കുക, അതിൽ കിടന്ന് കറങ്ങും. പിന്നെ ഓലെന്നെ എന്ത് ചെയ്തു അലക്കി തോരടും ചെയ്യും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളെ കറി ഒരു അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിന്ന് അടച്ച് വെക്കാം കേട്ടോ. ഇവരെ ക്ലാസ് കഴിഞ്ഞിട്ടില്ല കേട്ടോ. 2 മണിക്കൂറോളം ക്ലാസ് ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ അടിയത്തെ പരിപാടിയാണ്. പിന്നെ ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ വന്നിരുന്നിട്ടുണ്ട് കേട്ടോ. ഒരു ഗ്ലാസ് കോഫിയും കയ്യിൽ പിടിച്ചിട്ട്. അപ്പോൾ മോള് തേക്കാനായിട്ട് നിന്നു കേട്ടോ. അന്നന്നില്ല യൂണിഫോം ഓളോ ഞാനോ ആയിട്ട് തേക്കും. അപ്പോൾ ഞാൻ മക്കളെ ഹോസ്പിറ്റലിൽ കടന്ന ശേഷം ഇപ്പോൾ മോളാട്ടോ തേക്കൽ. ഓളങ്ങനെ പഠിച്ചിട്ടുണ്ട് ഇപ്പോൾ തേക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അന്നന്നില്ല യൂണിഫോം ഇപ്പോൾ തലേന്ന് ഞാൻ തേച്ചിട്ടില്ലെങ്കിലും ഓള് നന്നായിട്ട് അയൺ ചെയ്തങ്ങാണ്ട് മാറ്റി വെക്കും കേട്ടോ. പിന്നെ എല്ലാ പണിയും കഴിഞ്ഞങ്ങാണ്ട് ഇവിടെ വന്നങ്ങാണ്ട് ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു റാഹത്താണ് കേട്ടോ. അവരെ ക്ലാസ് അറ്റൻഡ് ചെയ്യണത് കേൾക്കാനും പറ്റും. മോളിവിടെ തേച്ചും കൊണ്ട് ഇരിക്കുന്നുണ്ട്. ഇത് രണ്ടും കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ ഞാൻ. അവളെ തേക്കൽ കഴിഞ്ഞിട്ടില്ല, അതൊക്കെ ക്ലീൻ ചെയ്ത് വെക്കണമല്ലോ. അപ്പോൾ ഓരോരുത്തരത് നല്ല സ്പ്രേ ഒക്കെ അടിച്ച് നല്ല വൃത്തിക്കായിട്ട് തേച്ചെടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വലിയ റൂമിൽ നമ്മൾ ഡ്രസ്സുകളൊക്കെ കൊണ്ടുപോയിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ മടക്കി വെക്കാനുള്ളതും ഇതാക്കി വെക്കാനുള്ളതൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് നമുക്ക് മഗ്‌രിബിക്ക് ബാങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മഗ്‌രിബ് നിസ്കരിക്കാനായിട്ട് നിന്നു. നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞേക്കിന് മക്കളും വന്നിട്ടോ റൂമിലേക്ക്. ഇക്ക വരാനായിട്ടുണ്ട്. ഇക്ക ഒരു 6:30 ആകുമ്പത്തിന് വരും കേട്ടോ. പിന്നെ ഓലെ ഡ്രസ്സുകൾ മടക്കി വെക്കാൻ പറഞ്ഞു. ഓലെ എല്ലാ ഡ്രസ്സുകളും എന്ത് ചെയ്യാണ് മടക്കിയെടുത്ത് വെക്കുകയാണ് കേട്ടോ. എല്ലാം വൃത്തിക്ക് തന്നെ മടക്കിയെടുത്ത് വെക്കും കേട്ടോ. പിന്നെ ഞാൻ ഇതിലത്തെ ബ്ലാങ്കറ്റും കാര്യങ്ങളൊക്കെ അലക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൊണ്ടുവന്ന് വെച്ചതും മടക്കി വെക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആളുകളെ ചിന്തയിൽ ഇതൊന്നും ഒരു പണിയല്ല. ഈ ഡ്രസ്സ് മടക്കുന്നതും ഈ ഡ്രസ്സ് എടുത്തേക്കണതും ഈ കാര്യങ്ങൾ നോക്കുന്നതും മക്കളെ നോക്കുന്നതും ഒന്നൊന്നുമല്ല. എന്നാലും പറയാം എനക്കെന്താ ഇവിടെ പണി, എനിക്കൊരു പണിയില്ലല്ലോ, ഈ വെറുതെ ഇരിക്കുകയാണെന്നുള്ളത്. നിങ്ങൾ ഒരു ദിവസം നമ്മളെടുക്കുന്ന പണികൾ കണ്ടിട്ടുണ്ടോ, എന്തൊക്കെ എടുക്കലുണ്ട് എന്നുള്ളത്. ആണുങ്ങൾ എടുക്കുന്ന ജോലി ആണുങ്ങൾക്ക് തന്നെ എടുക്കാൻ കഴിയുള്ളൂ. പക്ഷേ പെണ്ണുങ്ങൾ എടുക്കുന്ന ജോലി പെണ്ണുങ്ങൾക്ക് തന്നെ എടുക്കാൻ കഴിയുള്ളൂ. ഞാൻ ഇക്കാനോട് എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് കേട്ടോ. രാവിലെ ഇത്ര മണി മുതൽ ഇത്ര മണി വരെയുള്ള ഇക്കാക്ക് ഡ്യൂട്ടി. ആ ഡ്യൂട്ടീൻ്റെ ഉള്ളിലുള്ള പണി എന്താ വെച്ചെടുത്താൽ മതി. പക്ഷെ നമ്മളെ ഡ്യൂട്ടി തീരുന്നുണ്ടോ? ഇല്ല. എപ്പോഴാണ് തീരുന്നത്? നമുക്ക് എന്നാൽ കിടക്കുമ്പോൾ പോലും ചിന്ത ചെയ്യും നാളേക്ക് എന്താ ഉണ്ടാക്കുക, നാളെ ഇപ്പോൾ എന്താ നമ്മൾ കുട്ടികൾക്ക് സ്കൂൾക്ക് എന്താ കൊടുത്തയക്കുക, അങ്ങനെയൊക്കെ ഓരോ ചിന്തകളാണ് അല്ലേ. അതിൻ്റെ ഇടയിൽ നമുക്ക് എന്ത് ചെയ്യും, കുറച്ച് റെസ്റ്റ് സമയം ഉണ്ടാകുമ്പോൾ നമ്മൾ കിടന്നുറങ്ങും, അല്ലെങ്കിൽ ഫോണുമ്മ കളിക്കും. ആ സമയങ്ങൾ മാത്രമേ അവർ കാണുന്നുള്ളൂ. പക്ഷേ എൻ്റെയൊക്കെ അങ്ങനെ പറയൊന്നുമില്ല കേട്ടോ. എന്താ ഏതാണെന്നൊന്നും പറയില്ല. ഇതിൻ്റെ കുറേ ഫ്രണ്ട്സ് പറഞ്ഞതാണ്. എല്ലാവരും ചോദിക്കലുണ്ട് എന്താ എനിക്ക് പണിയെന്നുള്ളത്. എൻ്റെതെല്ലാം ഒരു ടൈം ടേബിളാണ് കേട്ടോ. എനിക്ക് ഉറങ്ങണം തോന്നിയാൽ ഞാൻ ഉറങ്ങും. എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ തോന്നിയാൽ ഞാൻ ഭക്ഷണം ഉണ്ടാക്കും. ഉണ്ടാക്കാൻ തോന്നിയിട്ടില്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കില്ല. പക്ഷേ മക്കൾക്ക് സ്കൂളിൻ്റെ കാര്യത്തിനും അമറിയ മക്കളുടെ പഠിത്തത്തിൻ്റെ കാര്യത്തിനും പിന്നെ അങ്ങനത്തെ കാര്യത്തിനൊന്നും ഞാൻ എന്ത് ചെയ്യില്ല, ഒരു വിട്ടുവീഴ്ചയും ചെയ്യലില്ല കേട്ടോ. സ്കൂളിൽ തന്നെ നല്ല ഫുഡ് ഞാൻ കൊടുത്തയക്കും. എന്താ വേണ്ടത് വെച്ചാൽ കൊടുത്തയക്കും. എല്ലാം കുട്ടികൾക്ക് എന്താ വേണ്ടത് എന്താ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ചെയ്ത് കൊടുക്കും കേട്ടോ. ഇനി നമുക്ക് ഈ ബെഡ്ഷീറ്റ് ഒന്ന് മാറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ എന്താ ബെഡ്ഷീറ്റ് ലോക്ക് ഇടുന്ന ട്രിക്കാട്ടോ ഈ പറഞ്ഞത്. ഈ ബെഡ്ഷീറ്റിൻ്റെ 4 മൂലക്കും ഇതുപോലൊരു അത്യാവശ്യം ബെഡ്ഷീറ്റിൻ്റെ ഒരു ഇത് നോക്കി ലെങ്ത്ത് നോക്കിങ്ങാണ്ട് നമുക്ക് കട്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുകയെന്നറിയോ, അതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് എന്ത് ചെയ്യുക, ഒന്നിങ്ങോട്ട് എന്ത് ചെയ്യുക, ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ബെഡ്ഷീറ്റ് എന്ത് ചെയ്യൂല, അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു കാരണവശത്താലും എന്ത് ചെയ്യൂല, ഇളകിപ്പോരില്ല. നല്ല വൃത്തിക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. അങ്ങനെ 4 സൈഡും നമുക്ക് ഇതുപോലെ എന്ത് ചെയ്യുക, ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഈ 4 സൈഡും ഇതുപോലെ കെട്ടിക്കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, ഇത് ഉള്ളിലേക്ക് ലോക്കാക്കി കൊടുക്കുക കേട്ടോ. എന്നാൽ മക്കൾ ബെഡ്ഷീറ്റുമ്പോൾ കളിക്കുക ഇതാക്കിയൊന്നൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ ബെഡ്ഷീറ്റ് അവിടെ നിന്ന് അനങ്ങാതെ തന്നെ കിടക്കും, നല്ല വൃത്തിക്ക് കിടക്കുകയും ചെയ്യും കേട്ടോ. ഇപ്പോൾ നോക്ക് നല്ല വൃത്തിയായില്ലേ. ബെഡ്ഷീറ്റ് നല്ല വൃത്തിക്ക് മടക്കി വെക്കാനായിട്ട് പറ്റും. ലുലുവിൽ ഓഫർ ഉണ്ടായിരുന്നു ബെഡ്ഷീറ്റിന്. ആ സമയത്ത് ഞാൻ 2 കോട്ടൻ്റെ ബെഡ്ഷീറ്റിൻ്റെ സെറ്റ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ വീടും പരിസരവും ഇതുപോലെ നല്ല
വൃത്തിയായി കിടക്കുന്ന കാണാൻ തന്നെ ഒരു പ്രത്യേക ഒരു മനസ്സൊക്കെ ഒരു സമാധാനമല്ലേ. പിന്നെ എൻ്റെ ബാഗുകളൊക്കെ ഞാൻ മോനോടൊന്ന് തൂക്കിയിടാൻ പറഞ്ഞു കേട്ടോ. അവിടെ ഒരു കൊക്ക ഉണ്ടായിരുന്നു, അവിടെ ഒന്ന് തൂക്കിയിടാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഓനൊക്കെ എന്ത് ചെയ്ത് തരുന്നുണ്ട്, ചെയ്ത് തരുന്നുണ്ട്. കുറേ ബാഗുകളുണ്ട് കേട്ടോ, ആൾമറിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് പുറത്തേക്ക് ഇട്ടിട്ട് എല്ലാം ഒന്ന് ക്ലിയർ ആക്കി വെക്കാനൊക്കെ ആയിട്ട് പറഞ്ഞു. അത് തീരുമ്പോൾ ഓരോ സൈഡിൽ നിന്ന് ഇങ്ങനെ പോന്നുകൊണ്ട് കേട്ടോ ബാഗുകൾ. പിന്നെ അങ്ങനത്തെ പണികളൊക്കെ ഓനെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ഓന് ഇഷ്ടമാണ് കേട്ടോ, അതുപോലത്തെ പണികൾ അൽക്കുലത്തെ പണികളൊക്കെ ചെയ്യണത്. അപ്പോൾ ഇതൊക്കെ അവിടെ നിന്ന് ഒക്കെ കറക്റ്റായിട്ട് അവിടെ വെച്ചു. പിന്നെ ഈ റൂമിൽ അധികം യൂസ് ചെയ്യൽ ഞാൻ തന്നെ കേട്ടോ. ഇവിടെ ഞാനും ഇക്ക ചിലപ്പോഴേ കിടക്കലുള്ളൂ, ഞാൻ തന്നെ കേട്ടോ, ഞാനും മക്കളും കേട്ടോ ഇവിടെ കിടക്കൽ. സ്കൂളില്ലാത്ത സമയങ്ങളൊക്കെ ഞങ്ങൾ ഇവിടെ വന്നിട്ടാണ് കിടക്കൽ. രാത്രി കിടക്കാനൊക്കെ നേരം വൈകുമ്പോൾ. പിന്നെ അതിൻ്റെ ഒരു ബാഗിൽ പാസ്പോർട്ടും നമ്മൾ ഗോൾഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഓൻ കൊടുന്ന് നിൽക്കുന്നത്. പിന്നെ കുറച്ച് വേസ്റ്റൊക്കെ കൊണ്ടുപോയിടാനായിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കാണ് ഓൾക്ക് എന്തോ ഒരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് കിട്ടിയത്. അപ്പോൾ എന്താണെന്ന് അറിയില്ല, 2-3 സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്ത് സാധനമാണ് വന്നിക്കണേന്നില്ല, നമുക്ക് നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ അത് പൊട്ടിക്കാനായിട്ട് മണ്ടി പോകുന്നുണ്ട്. ആ ഓളതാണോ ഓൻ്റെതാണോ എന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ ഓളെ വിചാരം ഓളതാണോ എന്നാണ്. അപ്പോൾ തുറന്ന് നോക്കുമ്പോൾ ഷൂസാണ് കേട്ടോ. അപ്പോൾ വെല്ല കൊടുത്തത് കണ്ടോ. അതെന്താ അറിയാ ക്യാമറ എന്തിനാ അതെന്തിനാ പപ്പ വാങ്ങിക്കണേ? പറയാ ഇനി വികൃതി കാട്ടിയാലും എന്ത് കാണാൻ പറ്റും? അതിനെ വികൃതി കാട്ടിയാൽ എന്ത് കാട്ടും? ആകെ ഒരു ക്യാമറ മതി, ഫോണൊക്കെ കണക്റ്റ് അല്ലേ. ഇനി എന്ത് ചെയ്യും, അതെവിടെ കൊണ്ടേക്കും? എന്നിട്ടോ വികൃതി കാട്ടിന് എന്ത് കാണും? പപ്പൻ്റെ ഫോണൊക്കെ എന്ത് ചെയ്യും? എന്നിട്ടോ അപ്പം എന്ത് കിട്ടും? തെറ്റാരിട്ട് എന്ത് കിട്ടും? അതാ എന്ത് കിട്ടും? പറയേ. ഈ ഷൂ ഇട്ട് നോക്കുമ്പോഴാണെങ്കിൽ ഷൂ നല്ല ലൂസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇക്കാണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷൂ കുറച്ച് ലൂസിലിരുന്നോട്ടെ, കാരണം ഓൻ നല്ലതായിട്ട് നീളം വെച്ച് പോവുകയാണ് കേട്ടോ. എല്ലാ ഫാൻറ്റും അരവണ്ണം കറക്റ്റാണ്, പക്ഷേ ലെങ്ത്ത് കറക്റ്റല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് അധികം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല അധികമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നത് ഞാൻ എങ്ങനെ ഇടുക, അത് ലൂസല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇക്കാരണം എടുത്ത് വെച്ചുള്ള നമുക്ക് എന്ത് ചെയ്യുക, പിന്നെ എന്ത് ചെയ്യുക ഇടാമെന്നൊക്കെ പറഞ്ഞങ്ങാണ്ട് അതവിടെ എന്ത് ചെയ്തിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ ഷൂ തന്നെ ഇട്ട് പോയിക്കോ, കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് പാകമായിക്കോളൂ എന്നൊക്കെ പറഞ്ഞാൽ സോപ്പിട്ട് വെച്ചിട്ടുണ്ടാവും. പറഞ്ഞ് റിട്ടേൺ അയക്കുക, എന്നിട്ട് വേറെ സൈസ് ഓർഡർ ചെയ്യാമെന്ന് കേട്ടോ. പക്ഷെ അതിന് മാത്രം ലൂസൊന്നുമില്ല, ഒരു ഇച്ചിരി കുറവാണെന്ന് തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ ജ്യൂസ് കുടിക്കാനൊന്നും സമയം കിട്ടിയിട്ടുണ്ടായില്ല കേട്ടോ. അപ്പോൾ ഇതാ ജ്യൂസ് കൂട്ടിയിട്ടാണ് രണ്ടാളും ഓരോന്ന് കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മറ്റോള് എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ ഫ്രിഡ്ജിൽ വെച്ചത് എടുത്തുകൊണ്ട് കുടിച്ചിരിക്കണം. അതിൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞു കേട്ടോ വീട്ടിൻ്റെ ഉള്ളിൽ. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മക്കൾക്ക് നന്നായിട്ട് വെള്ളം കൊടുക്കണം എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് ഓൻ്റെ കുറേ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓല് രണ്ടാളും പോവുകയാണ്. ഇവിടെ തൊട്ടടുത്തേക്ക് തന്നെ കേട്ടോ പോണത്. ഓല് രണ്ടാളും ഒന്ന് പോയി വരട്ടെ എന്ന് പറഞ്ഞിട്ട് പോയി. പിന്നെ ഞങ്ങൾക്കൊന്ന് സാധനം മേടിക്കാനൊന്ന് പുറത്തിറങ്ങാനും ഉണ്ട് കേട്ടോ. സ്കൂൾക്ക് എന്തൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞു. പിന്നെ അത് ടൈം ടേബിൾ വെക്കണ രംഗമാണ് കേട്ടോ. ടൈം ടേബിൾ കൊണ്ട് വെക്കാൻ കയറി കഴിഞ്ഞാൽ എന്താ കാര്യം ഒച്ചയും പൊളിയെന്ന് അറിയോ. എൻ്റെ പെന്ന് ഓനെടുത്തു, ഓളെ പെന്ന് ഓവനെടുത്തു, എൻ്റെ പെന്ന് ഓരോരുത്താണ് എന്നുള്ളത് കേട്ടോ. അപ്പോഴത്തേക്ക് രാത്രി ഫുഡ് എടുത്തൊക്കെയാണ് കുറേ നേരമായിരിക്കും സ്വൈര്യം കെടുത്തി തുടങ്ങിയിട്ട്. അപ്പോൾ ഞാൻ ഈ ക്യാമറയും പിടിച്ചും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരം മിണ്ടാതെ നിന്നതാണ് കേട്ടോ. മക്കൾക്ക് സ്ട്രോബെറിൻ്റെ ജ്യൂസ് വേണമെന്ന് പറഞ്ഞപ്പോൾ അത് ഉണ്ടാക്കി കൊടുക്കുകയാണ്. സ്ട്രോബെറി കിട്ടുന്ന സമയത്ത് നന്നായിട്ട് കഴുകിയാണ്ട് ഇതുപോലെ ഐസാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ ഞാൻ. പിന്നെ ഇതുപോലെ അടിച്ചെടുക്കാൻ സുഖമാണ്. അല്ലെങ്കിൽ സ്ട്രോബെറി പെട്ടെന്ന് പൂപ്പൽ വന്നിങ്ങാണ്ട് കേട് വന്ന് പോവുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആകുമ്പോഴേക്ക് സ്ട്രോബെറി ജ്യൂസ് കിട്ടുകയും ചെയ്യും, സ്ട്രോബെറി കേട് വരാതെ നിൽക്കുകയും ചെയ്യും കേട്ടോ. ഐസാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, സിബ് ലോക്കിലാക്കിയിട്ട്. അപ്പോൾ ഞാനങ്ങനെ ഫ്രൂട്ട്സുകളൊക്കെ അങ്ങനെ എടുത്ത് വെക്കലുണ്ട് കേട്ടോ. പിന്നെ നമുക്കൊരു ഐസ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പാലും സ്ട്രോബെറി ഇട്ടുകൊണ്ട് എന്ത് ചെയ്താൽ മതി, അടിച്ചാൽ മതി കേട്ടോ. പിന്നെ ടേബിൾമേക്കുള്ള ഫുഡൊക്കെ ഞാൻ എന്ത് ചെയ്തതാ അതുപോലെ കൊണ്ടുവച്ചു. പൊറോട്ട ഉള്ളൊരു കാസ്ട്രോൾക്ക് ഇടാൻ പറഞ്ഞിട്ട് കാസ്ട്രോളൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, പുറത്ത് പോകാനൊക്കെ ആയിട്ട്. ഒരു 10 മണിയാകുമ്പോഴത്തേന് ഞങ്ങൾ കിടക്കും കേട്ടോ. കാരണം സ്കൂൾ നേരത്തെ എണീക്കണോണ്ട് തന്നെ 10 മണിയാകുമ്പോൾ തന്നെ കുട്ടികളെ ഞാൻ ഓർക്കും. കാരണം ട്യൂഷനും കാര്യങ്ങളൊക്കെ നേരത്തെ കഴിയുന്നതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ലല്ലോ.
സ്ട്രോബെറിൻ്റെ ജ്യൂസിൻ്റെ കളർ കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ. അപ്പോൾ അതാ പൊറോട്ട ഒക്കെ കൊണ്ടുവന്ന് വെച്ച് ഇനി അത് കഴിക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. മക്കളൊക്കെ ഉള്ളൂ ടേബിളും ഇരിക്കലുള്ളൂ. ഞാനും ഇക്കയുടെ സോഫമായിട്ടാണ് ഇരിക്കൽ. മക്കൾക്ക് ടേബിൾ നിർബന്ധമാണ്, അല്ലെങ്കിൽ സോഫൻ്റെ ചുറ്റുപാടത്തോടൊക്കെ ഫ്രൂട്ട്സ് ആക്കട്ടോ. നമ്മൾ അടിപൊളി കുറുമക്കറിയാണ് ഇട്ടത്. പിന്നെ ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് ഫ്രഷ് ക്രീമൊക്കെ ഒഴിച്ച് കൊടുക്കണം. പിന്നെ ഫ്രഷ് ക്രീമൊക്കെ ഒഴിച്ചുകൊണ്ട് നമ്മൾ വല്ല പുതിയ തക്കാരം നല്ല ഉണ്ടാക്കണം, നമുക്ക് വേണ്ടി ഉണ്ടാക്കല്ലേ. അപ്പോഴത്തേക്കും രാത്രിക്കൊക്കെയുള്ള കറിക്കുള്ള റെഡി ആക്കിയിട്ടോ. പെട്ടെന്നൊക്കെ പോയി വരിക എന്ന് പറഞ്ഞിട്ട് ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, കട്ട് ചെയ്തങ്ങാണ്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാനുണ്ട് രാവിലേക്കൊക്കെ കറിയാക്കാൻ വേണ്ടിയിട്ട്. തലേന്ന് തന്നെ ഒക്കെ റെഡി ആക്കിയിട്ട്. അപ്പോൾ നാളെ അപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ മോള് പറഞ്ഞു, ഞാൻ അമ്മച്ചി പോയിക്കോ, ഞാൻ മോറി വെച്ചുള്ള പാത്രങ്ങൾ എന്ന് പറഞ്ഞിട്ടോ. മോളാണ് പാത്രങ്ങളൊക്കെ എന്ത് ചെയ്യണത്, ക്ലീനാക്കി വെക്കണത്. ഞാനും മിക്കിയും മോളും അത്ര പോകണത്. ഓൾക്കറിയാം പുസ്തകം വേണ്ടത് എന്നൊക്കെ. ഇവിടെ തൊട്ടടുത്ത് തന്നെ നമ്മളെ വീടിൻ്റെ ചുറ്റുഭാഗത്ത് എല്ലാം മേടിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്താവശ്യത്തിന് നമ്മളെ മുറ്റത്തേക്ക് ഇറങ്ങിയാൽ തന്നെ നമുക്ക് എല്ലാ സാധനങ്ങളും മേടിക്കാൻ കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു ഇഷ്ടമാണ് കേട്ടോ ഇവിടെ നിൽക്കുന്നത്. ഫുഡ് ആയിക്കോട്ടെ, ഇനിയിപ്പോൾ കുട്ടികളത് എന്തെങ്കിലും ആയിക്കോട്ടെ, എന്ത് സാധനമാണെങ്കിലും നമുക്ക് തൊട്ടടുത്ത് തന്നെ എല്ലാം ഉണ്ടായതുകൊണ്ട് നെസ്റ്റോ ലയാനൊക്കെ നമുക്ക് തൊട്ടടുത്താണ് കേട്ടോ. അപ്പോൾ എല്ലാം കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് നമ്മൾ നിൽക്കുന്ന ഭാഗം നമ്മൾ സേഫാണ് കേട്ടോ. അപ്പോൾ അത് ആ ബുക്ക് സ്റ്റോർക്കാണ് പോണത്. അവിടുന്ന് തന്നെ നമ്മൾ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. പാടി പോകണത് കേട്ടോ. അപ്പോൾ ഈ ബുക്കാണ് വേണ്ടത്, ഈ സ്കെച്ച് ബുക്ക് കേട്ടോ. അതായത് അസൈൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഈ സ്കെച്ച് ബുക്ക്. അപ്പോൾ അത് വാങ്ങിയിട്ടുണ്ടായില്ല കേട്ടോ. സ്കൂൾ തുറന്ന ഉടനെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ സ്കൂൾ തുറന്ന ഉടനെ തന്നെ നമുക്ക് ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മളത് എന്ത് ചെയ്തില്ല, മേടിച്ചിട്ടുണ്ടായില്ല. 2-3 അസൈൻമെൻറ്റ് കഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടീച്ചർ പറഞ്ഞിരുന്നു കുഴപ്പമില്ല, ആക്കുമ്പോൾ സെൻഡ് ആക്കിയാൽ മതിയിരുന്നു, ആ സമയത്ത് ഒരു ലീവല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ പോണത് 5 റിയാൽ ഷോപ്പിലേക്കാണ് കേട്ടോ. ലഞ്ച് ബോക്സ് പൊട്ടിച്ചങ്ങാണ്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വാങ്ങും വേണം. അപ്പോൾ തൊട്ടടുത്ത് തന്നെ ഈ 5 റിയാലിൻ്റെ ഷോപ്പ് ഉണ്ട് കേട്ടോ. എന്തെടുത്താലും 5 റിയാലേ ഉള്ളൂ. അപ്പോൾ അവിടെ ഒന്ന് പോയിട്ട് അവിടുന്ന് ലഞ്ച് ബോക്സ് മാത്രം എടുത്ത് പോരാൻ വേണ്ടിയിട്ടാട്ടോ പോണത്. പിന്നെ നമുക്ക് സ്ഥിരം പോണ 5 റിയാലിൻ്റെ ഷോപ്പായതുകൊണ്ട് അവിടെ എന്തൊക്കെ ഉണ്ട്, അവിടെ എന്തൊക്കെ കിട്ടും എന്നുള്ളതൊക്കെ, എവിടെയൊക്കെയാണ് വെച്ചിരിക്കണത് എന്നുള്ളതൊക്കെ നമുക്ക് കറക്റ്റ് അറിയാൻ കഴിയും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവിടേക്ക് തന്നെയായിട്ട് നമ്മൾ നേരെ പോകണം. അപ്പുറം ഒന്നും നോക്കില്ല കേട്ടോ. അവൾ അവിടെ ഇവിടെ നിന്നൊക്കെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ നോക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അതൊന്നും നോക്കാൻ നിന്നില്ല കേട്ടോ. നേരെ പോയി ലഞ്ച് ബോക്സ് മേടിച്ച് കൊണ്ടുവന്ന് എന്നിട്ട് വേണം പോയി ഉറങ്ങാൻ. കുട്ടികൾക്ക് രാവിലെ നേരം വെളുത്ത സ്കൂളില്ലതാണ്. അപ്പോൾ നമ്മൾ ലഞ്ച് ബോക്സൊക്കെ കഴിഞ്ഞ് പിന്നെ അവിടെ പോയി കഴിഞ്ഞാൽ ഏത് എടുക്കണം എന്നുള്ള ടെൻഷനാക്കാൻ കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് മുന്നേ ഞാൻ മോൾക്ക് ഇവിടെ നിന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതന്നെ എടുക്കുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടോ. പിന്നെ അതന്നെയാണ് കേട്ടോ എടുത്തത്. കളർ ചേഞ്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതും വാങ്ങി നമ്മൾ നേരെ നമ്മളെ വണ്ടിക്ക് തന്നെ പോവുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ വീട്ടിലെത്തിയപ്പോൾ അവിടെ പുറത്തത്തെ ലൈറ്റ് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ റൂമിലൊക്കെ എത്തിയിട്ട് മോൻ്റെ കയ്യിലൊക്കെ കൊടുത്തപ്പോൾ ഓൻ ചോദിക്കേണ്ടത് എന്തിനാണ്, ഇതെന്തൊട്ടിക്കാനാണ്. ഓൻ ഇതൊന്നും അറിഞ്ഞിട്ട് തന്നെ അല്ല കേട്ടോ കാര്യങ്ങളൊന്നും. ഇവൾ രണ്ടാളും ഒരു ക്ലാസ്സിലായതുകൊണ്ട് എന്താ ഏതാന്നൊക്കെ ഉള്ളത് ഇവൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കലാണ് കേട്ടോ. ഓന് ആൺകുട്ടികൾ പൊതുവേ അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ ലഞ്ച് ബോക്സ് കണ്ടപ്പോൾ ഓന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ കളറാട്ടോ, ഈ കളർ എനിക്ക് പറ്റൂല, ആ കളർ എനിക്ക് പറ്റൂല എന്നുള്ളത്. പിന്നെ അത് രാവിലത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. രാവിലെ ഒക്കെ പാടൊരു ചെക്ക പുകയേക്കാരം. മോൾ എണീറ്റ ഉടനെ തന്നെ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാനാണോ ഓളാണോ ഫസ്റ്റ് എണീക്കണത് വെച്ചാൽ ഓളെന്ത് ചെയ്യും, ഞാൻ ബാത്റൂമിൽ കയറിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾ മുട്ട പുഴുങ്ങാൻ നിൽക്കും. ഞാൻ ബാത്റൂമിൽ കയറിയിരിക്കുകയാണെങ്കിൽ ഓൾ, അങ്ങനെ ഞങ്ങൾ തമ്മിൽ ആരെങ്കിലും ഒരാളാട്ടോ മുട്ട പുഴുങ്ങാനായിട്ട് വെക്കുന്നത്. അപ്പം എന്നാൽ അപ്പവും മുട്ടക്കറിയാണ് കേട്ടോ. മക്കൾക്ക് ഞാൻ സ്കൂൾക്കാണ് അപ്പം മുട്ടക്കറിയും കൊടുത്തേക്കൽ. രാവിലെ ഒരു ഗ്ലാസ് പാലും മുട്ടയും മാത്രമേ കൊടുക്കലുള്ളൂ കേട്ടോ. വേറെ ഞാനൊന്നും കൊടുക്കല. ഈ 6 മണിയാകുമ്പത്തിന് ബസ് വരുമ്പോഴത്തേന് നമ്മൾ ഈ രാവിലെ തന്നെ ചായയും കടിയൊക്കെ മുന്നിലേക്ക് വെച്ച് കൊടുത്താൽ ഓലത് കഴിക്കൂല. ഇതാണ് കേട്ടോ. അപ്പോഴത്തേക്ക് ഒരാൾ വന്നുങ്ങാണ്ട് വെള്ളമൊക്കെ ആരാണോ ഫസ്റ്റ് എണീക്കണത് അതിൽ ഒരാൾ വന്നുങ്ങാണ്ട് വെള്ളമൊക്കെ എന്ത് ചെയ്യും, നിറച്ച് വെക്കോട്ടോ. ആരെങ്കിലും ഒരാളാണ് വെള്ളം നിറച്ച് വെക്കൽ. ഞാനിവിടെ തകൃതായിട്ട് അപ്പം ചൂടുന്ന തിരക്കാണ് കേട്ടോ. പിന്നെ രാവിലത്തെ വീഡിയോ ആയതുകൊണ്ട് വിശദമായിട്ട് ഒന്നും കാണിക്കാനായിട്ട് പറ്റൂല കേട്ടോ. പിന്നെ മുട്ടക്കറി ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല അടിപൊളി മുട്ടക്കറിയാണ് കേട്ടോ. ഇതിൻ്റെ റെസിപ്പീസ് ഇൻസ്റ്റാഗ്രാമിൽ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് പോസ്റ്റ് ചെയ്യണ്ട കേട്ടോ. അപ്പം ഞാൻ ഷോർട്സിൽ ഇടുന്നുണ്ട്. അപ്പോൾ 3 മുട്ട പുഴുങ്ങിയാണ്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ടേബിളിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ മുട്ടയും പാലാവുകൊണ്ട് വേഗം ഒരു കഴിച്ചിട്ട് പോവുകയും ചെയ്യും. ഇന്ന് സ്കൂൾക്ക് കൊടുത്തയക്കണത് ഈ വക ഐറ്റംസൊക്കെ തന്നെ കേട്ടോ. എന്നും കാണിക്കണ തന്നെയാണ്. നട്ട്സും ഫ്രൂട്ട്സും കേക്കും തന്നെയാണ് കേട്ടോ കൊടുത്തയക്കണത്. അതും പിന്നെ മറ്റ് ലഞ്ച് ബോക്സിൽ അപ്പവും മുട്ടക്കറിയും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2 പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പീരീഡ് ബ്രേക്കാണ്. അപ്പോൾ ഫുഡ് കഴിക്കാൻ നല്ല സമയവും കിട്ടും. അപ്പോൾ നല്ല വിശപ്പും ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ കൊടുത്തയക്കണമൊക്കെ എന്ത് ചെയ്യും, നല്ല വയറ് നിറച്ച് കഴിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്തുവെച്ച് ആ സമയം കൊണ്ട് എൻ്റെ അപ്പത്തിൻ്റെ കോലം നോക്കിയാൽ ഒരപ്പം ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. മറിച്ചിട്ടാൽ മതി.
പിന്നെന്താ ചോദിച്ചില്ല പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മക്കൾ സ്കൂൾക്കൊക്കെ പോയതിന് ശേഷം എനിക്ക് ചായ കുടിക്കാൻ കുറച്ച് മടിയാണ് കേട്ടോ. ചായ പൊതുവേ എനിക്കിഷ്ടമല്ല. ഞാൻ അധികം ഈ മുസമ്പിൻ്റെ ജ്യൂസാണ് കേട്ടോ കുടിക്കൽ രാവിലെ. അത് ഇക്ക ഇവിടെ ഒരു പെട്ടി കൊണ്ടുവന്ന് വെക്കും, എനിക്ക് കുടിക്കാനായിട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഇക്കാനോടൊന്ന് ചോദിച്ചപ്പോൾ ഇക്കാറിന് എനിക്കും വേണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതൊക്കെ അവിടെ ആയും കൊണ്ട് നിൽക്കുന്നുണ്ട്. അതിൻ്റെ അടിയിൽ കൂടി ഞാൻ ഉച്ചക്കത്തെ പരിപാടി നോക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കടന്നുറങ്ങലാണ്ട് പൊതുവേ ഞാൻ അങ്ങനെ ചെയ്യൽ. രാവിലെ തന്നെ എല്ലാ പണിയും ഒരുങ്ങും കേട്ടോ എൻ്റേത്. അപ്പോൾ ജ്യൂസ് ഇവിടെ വലിയ ഗ്ലാസ്സത്തെ എനിക്കും ചെറിയ ഗ്ലാസ് ഇക്കാക്കുവാണ് കേട്ടോ. പിന്നെയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഈ പാത്രങ്ങൾ കഴുകിയൊക്കെയല്ല കേട്ടോ. രാവിലത്തെ കഴിഞ്ഞ ഒരു കൊട്ട പാത്രം ഉണ്ടാവും കഴുകാനായിട്ട്. പിന്നെ ഇന്ന് ചെമ്മീൻ റോസ്റ്റും പരിപ്പും കുമ്പളങ്ങയും കറിയും ആണ് പയറും പിന്നെ കറുത്തിയും ക്യാരറ്റ് ഉപ്പേരിയാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ, ഉച്ചക്കത്തെ സ്പെഷ്യൽ. അപ്പോൾ ഒറ്റ സാഹസത്തിന് തന്നെ നമ്മളെല്ലാം റെഡിയാക്കിയിട്ടുള്ളൂ കേട്ടോ അടുക്കളയിൽ നിന്ന് പോവുള്ളൂ. ഇനിയാണ് കടന്നുറങ്ങിക്കഴിഞ്ഞാൽ 12 മണിക്കേ ഞാൻ എണീക്കുള്ളൂ കേട്ടോ. ഇക്ക വരുന്ന സമയത്ത് എണീക്കുള്ളൂ. അതുവരെ ഞാൻ സുഖസുന്ദരമായിട്ട് കടന്നു. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നണേ? എനിക്ക് എന്തെങ്കിലും പണിയുണ്ടോ വീട്ടിൽ?